ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ഇന്നത്തെ വീഡിയോ മുട്ട ബജി റെസിപ്പിയാണ് കേട്ടോ. അതെങ്ങനെയാണ് തയ്യാറാക്കുക നമുക്ക് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിതാ ഒരു കുക്കർ എടുത്ത് വെച്ചിട്ടുണ്ട്. കുക്കറിലാണ് കേട്ടോ ഞാൻ ഈ മുട്ട പുഴുങ്ങുന്നത്. ഇനി ഞാൻ ഇതിലേക്ക് ഒരു കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കുകയാണ്. പിന്നെ ഒരു ടീസ്പൂൺ ഉപ്പും കൂടി ഇട്ടിട്ട് ഇത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. കുക്കർ വിസിലിട്ടിട്ടാണോ നിങ്ങൾ വെക്കുന്നതെങ്കിൽ ഒറ്റ വിസിലടിക്കുമ്പോഴേക്കും നമ്മൾ ഗ്യാസ് ഓഫ് ചെയ്യണം കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടിയിട്ട് ഒരു മാവ് തയ്യാറാക്കണം. അതിന് വേണ്ടിയിട്ട് 250 ml കപ്പിൽ ഒരു കപ്പ് കടലപ്പൊടി എടുത്തുകയാണ് ഞാൻ. പിന്നെ അതിലേക്ക് 2 ടീസ്പൂൺ അരിപ്പൊടി, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 2 ചെറിയ ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, പിന്നെ ഒരു ടീസ്പൂൺ ഉപ്പ്, പിന്നെ ഒരു 1/4 ടീസ്പൂൺ കായപ്പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ഞാൻ കുറച്ച് വെള്ളം, ഞാൻ ഇത് മിക്സ് ആക്കണത് കുറച്ച് വെള്ളം ഒഴിച്ചിട്ടാണ് കേട്ടോ മിക്സ് ആക്കണേ. ഒരുപാട് വെള്ളം കൂടി പോകരുത്. അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോഴും ഇങ്ങനെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഈ പരുവായിരിക്കണം മാവ്. ഇഡ്ഡലി മാവിൻ്റെ പരുവെന്നൊക്കെ പറയാറില്ലേ നമ്മൾ, അതുപോലെ ആയിരിക്കണം. ഈ സമയത്ത് ഞാൻ ഉപ്പിട്ടുണ്ടോ നോക്കി, ഉപ്പ് കുറവായിരുന്നു മാവിൽ. അപ്പോൾ ഞാൻ കുറച്ചും കൂടി ഉപ്പിട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുകയാണ് കേട്ടോ. ഇനി ഇതാ നമ്മൾ പുഴുങ്ങി വെച്ചിട്ടിങ്ങനെ മുട്ട ഞാൻ രണ്ടായിട്ട് കട്ട് ചെയ്യുകയാണ് കേട്ടോ. നിങ്ങൾക്ക് ഏത് ഷേപ്പിൽ വേണമെങ്കിലും കട്ട് ചെയ്യാം. ഞാനിതാ ഇതുപോലെ നീളത്തിലാണ് കട്ട് ചെയ്തേക്കണേ. എല്ലാ മുട്ടകളും അങ്ങനെ കട്ട് ചെയ്തിട്ട് കൊണ്ടുവരാം. അപ്പോഴേക്കും ഞാനിതൊരു പാൻ വെച്ചു. ആ പാനിലേക്ക് സൺഫ്ലവർ ഓയിലാണ് കേട്ടോ ഒഴിച്ച് കൊടുക്കണേ. ഇനി ഈ ഓയിലൊന്ന് നന്നായി ചൂടാവട്ടെ. ഓയിൽ ചൂടായി വരുമ്പോഴേക്കും നമുക്കിതാ ഓരോ മുട്ടയുടെ പീസും ഈ മാവിൽ മുക്കിയിട്ട് ഈ ഓയിലിൽ ഇട്ട് കൊടുക്കണം. നമ്മുടെ ഒരു ഭാഗമായിട്ടുണ്ട്. ഇനി നമുക്കിതിങ്ങനെ മറിച്ചിട്ട് കൊടുക്കാം. നമുക്കിത് ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇങ്ങനെ അവിടെ എടുത്തു വെച്ചിരിക്കുന്ന എല്ലാ മുട്ടകളും അങ്ങനെ നമുക്ക് ചെയ്ത് എടുക്കാം കേട്ടോ. നമ്മുടെ എല്ലാ മുട്ടകളും ഞാൻ അങ്ങനെ ചെയ്തെടുത്തിട്ടുണ്ട്. ഞാനിത് ഒരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ട് ഇരിക്കുകയാണ്. ഇങ്ങനെ കൊണ്ടുവന്ന് വെച്ചാൽ തന്നെ മക്കൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമായിരിക്കും. ഞാൻ അവർ സ്കൂൾ വിട്ട് വരണേക്ക് മുന്നേ ഇത് ഉണ്ടാക്കിയത് ഇതുപോലെ ടേബിളിൽ വെച്ചാൽ ഭയങ്കര സന്തോഷമാണ് രണ്ടാൾക്കും. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കിയിട്ട് എല്ലാവരും ഫീഡ്ബാക്ക് അറിയിക്കണം. പിന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ, ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തൊരു ബെല്ലൈക്കൺ ഉണ്ട്, അതും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. താങ്ക്